സെറ്റായോ? പറയട്ടെ. എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഞങ്ങളിപ്പോൾ ഒരു ഫേസ്ബുക്ക് ലൈവിൽ വന്നിരിക്കുന്നത് ഞങ്ങളൊരു കുക്കറി ഷോനെ പറ്റിയിട്ട് പരിചയപ്പെടുത്താനാണ്. ആദ്യം ഞങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആലീസ്. ഇതെന്റെ ഹസ്ബൻഡ് ഡോക്ടർ ജോർജ് കുട്ടി. ഹലോ. ഇനി നിങ്ങളോട് ഡോക്ടർ ജോർജ് കുട്ടി സംസാരിക്കും. ഞാൻ ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും എല്ലാവരും ദയവ് ചെയ്ത് ലൈവിൽ വന്ന് കമന്റ്സ് ഒക്കെ പറയുക. എന്നിട്ട് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ പ്ലീസ് അതും തരിക. കമന്റ്സ് അയക്കണം എല്ലാവരും. ഇനി ഞാൻ എൻ്റെ അതർ പാർട്ട് മൈ ഡിയർ വൈഫ് ആലീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷമായി. പക്ഷേ ഈ കല്യാണം എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആലീസാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ആലീസിനെ പോലെ ഒരു വീട്ടമ്മ ഇത്രയും നന്നായിട്ട് ഒരു ഭർത്താവിനെ, അതായത് ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഓക്വേർഡായിട്ട് തോന്നാം, പക്ഷെ അതൊരു സത്യമാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ആലീസ് നോക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം, എനിക്ക് അമ്മയുടെ ആഹാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മയുടെ ടേസ്റ്റ് മനസ്സിലാക്കി അതുപോലെ ആലീസ് വിത്തിൻ ഡേയ്സ് അത് പഠിച്ചിട്ട് എനിക്ക് അതുപോലെ ഉണ്ടാക്കി തരും. അതെ, എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എൻ്റെ കൈകൊണ്ട് തന്നെ ഇച്ചാന് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അത് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വേലക്കാരിനെ പോലും വെച്ചിട്ടില്ല അല്ലേ ഇച്ചാൻ? അതെ. എനിക്ക് ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ചായ ഉണ്ടാക്കുന്നത് ആലീസ് ഉണ്ടാക്കുന്നത് പാലിന്റെയും വെള്ളത്തിന്റെയും ഒക്കെ റേഷ്യോ കൃത്യമാണ്. തേയിലയും കടുപ്പും. പിന്നെ ഞാനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് ഇടയ്ക്ക് ഏലക്കയും കൂടെ ചേർക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ്. നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിക്കാം. ഏതെങ്കിലും വീട്ടമ്മമാരുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസം അല്ല അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. അവര് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അതിലാണ് ഏറ്റവും വലിയ വീട്ടമ്മയുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം അവിടെ ഒരു വിഷയമേ അല്ല. നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു, പരിചരിക്കുന്നു, ഇതൊക്കെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഐ ആം സോ ഹാപ്പി ദാറ്റ് ആലീസ് ഈസ് മൈ വൈഫ്. ഇനി ആലീസ് സംസാരിക്കും. ശരിക്കും പറഞ്ഞ ഒരു സെക്കൻഡ് മെസ്സേജ് വരുന്നു. ഹായ് നിങ്ങൾ രണ്ടുപേരും നല്ല രസമായിട്ടുണ്ട്, നല്ല കപ്പിളാണ്. ഓ താങ്ക് യു. ശരിക്കും പ്രസാദ് ഹായ് പ്രസാദ്. ബിനു ഹായ്. സിന്ധു എന്തോ പറഞ്ഞിട്ടുണ്ടോ? ഹലോ. ശരിക്കും ഇച്ചായൻ എന്റെ ദൈവമാണ്. ഇച്ചാനായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുറെ വർഷം, കല്യാണം കഴിഞ്ഞ നാളിൽ ഇച്ചാനുമായിട്ട് ഞാൻ എങ്ങനെയാണോ സ്നേഹിച്ചിരുന്നത് അതാണ് വർഷങ്ങൾക്കിപ്പുറവും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ആ സ്നേഹത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഈ ഒരു നിമിഷം വരെ ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയൊരു കാര്യത്തിന് പോലും വഴക്ക് പോലും ഇട്ടിട്ടില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെ ഇച്ചാൻ എന്നെ നോക്കുന്നത്. അതിപ്പോ വീട്ടിൽ മാത്രമല്ല, ഇച്ചാൻ മൃഗ ഡോക്ടറാണ്. ഇച്ചാൻ ഹോസ്പിറ്റലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇച്ചാൻ അവിടെയുള്ള ആളുകളോടാണെങ്കിലും അവിടെയുള്ള മൃഗങ്ങളോടാണെങ്കിലും ഒക്കെ ഭയങ്കര സ്നേഹമാണ്. അവിടെയുള്ള പോത്തിനോടും ആടിനോടും പശുവിനോടും അവിടെ വരുന്ന എല്ലാ മൃഗങ്ങളെയും ഇച്ചായൻ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് നോക്കുന്നത്. ശരിക്കും പറഞ്ഞ എന്റെ ഭാഗ്യമാണ് ഇച്ചായനെ പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയത്. കമന്റ്സ് അത് കണ്ടപ്പോ തന്നെ മനസ്സിലായത്. എന്ത്? എന്തോ അറിയില്ല. അപ്പൊ നമുക്ക് നമ്മുടെ അല്ല അത് വേറൊന്ന് അല്ല താഴ്ത്തണ്ട. അത് പോയി പോത്തിന്റെ കാര്യം എന്തോ പറഞ്ഞല്ലോ. ഇല്ല, പോത്തിന്റെ കാര്യമല്ല, അത് വേറെന്തോ ആണ്. നമ്മൾ അടുത്ത് നിൽക്കുന്ന ആള് പോത്തിനെ പോലെ ഇരിക്കുന്നല്ലേ പറഞ്ഞത്? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ലൈവാണ് അങ്ങനെ പറഞ്ഞത്. എന്ത് ഡീസന്റ് ആവാൻ? എന്ത് ലൈവ് ആണെങ്കിലും എന്താ കാര്യം? അടുത്ത് നിൽക്കുന്ന ആളെ പോത്തിനെ പോലാണെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞവനെ അപ്പനാണ്. നമ്മൾ സ്നേഹിക്കുന്ന കണ്ട എനിക്ക് എപ്പോഴും ഇങ്ങനെ തൊട്ടും പിടിച്ചു നോക്കി ഇരിക്കണം. നമ്മൾ തമ്മിൽ ഒരുമിച്ച് എപ്പോഴും ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ദേഹത്ത് തൊടാതെ ഇരിക്കത്തേ ഉള്ളൂ. തൊട്ടിരിക്കുമ്പോൾ ഉള്ള ആ വാംത്തുണ്ടല്ലോ, അതാണ് നമ്മുടെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ അതാണ്. എനിക്ക് വെളിയിൽ പോയാൽ എപ്പോഴും വീട്ടിലേക്ക് തിരിച്ചെത്തണം എന്റെ പൊന്നുമുള്ളേ. അപ്പൊ നമുക്ക് തിരിച്ചെത്തണമെന്ന് ആലോചിക്കും. ഞാൻ എപ്പോഴും ആലോചിക്കും നമുക്ക് തിരിച്ചെത്തണമല്ലോ. ഇനി നമുക്ക് ഇന്നുണ്ടാക്കാൻ പോകും. നമ്മളിവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? നിങ്ങൾക്കൊരു പുതിയ ഡിഷ് പരിചയപ്പെടുത്താനാണ്. ഈ ഡിഷ് നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.
ആൻ ഓസം ഷെഫാണ് എൻ്റെ വൈഫ് ആലിസ്. നീ ഇനി ഡിഷിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. ഡിഷിനെ കുറിച്ചൊന്ന് പറയാനായിട്ട് ഇച്ചായന് ഏറ്റവും ഇഷ്ടം. ഹലോ ഡോക്ടർ, ഹായ്. അയ്യോ, നിങ്ങളെ കാണാൻ നല്ല നമുക്ക് ഡിഷ് ഉണ്ടാക്കാം. ഉണ്ടാക്കുന്നത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ആരാ കമന്റ് ഇട്ടത്? എന്ത് കമന്റ്? ധന്യ. ആ ധന്യ എന്താ എഴുതിയേക്കുന്നത്? എന്താ എഴുതിയിരിക്കുന്നത്? ഡോക്ടറെ, ഞാൻ മൃഗാശുപത്രിയുടെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഡോക്ടറെ, ഞാൻ മൃഗാശുപത്രി പോകുമ്പോൾ എന്നും നോക്കാറുണ്ട്. ഡോക്ടറോട് സംസാരിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ വന്നാൽ ഡോക്ടർ എന്നോട് സംസാരിക്കുമെന്ന്. ഹോസ്പിറ്റലിന്റെ അടുത്ത് ഈച്ചാനെ കാത്തു നിൽക്കുന്ന ധന്യ ഏതാന്ന് നീ കുക്കറി ഷോയിലോട്ട് പോടി. കുക്കറി ഷോയിലോട്ട് പോകാനാണ് നിൽക്കട്ടെ. ആദ്യം ഈ ധന്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. അറിയത്തില്ലെന്ന് പറഞ്ഞില്ലേ? അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? നിൽക്കട്ടെ, ധന്യയുടെ കാര്യം പറ. സത്യം പറഞ്ഞ ധന്യടാന്ന് എനിക്ക് അറിയത്തില്ലെന്ന് ലൈവ് ലൈവ് മണ്ണാൻ കട്ടെ. സത്യം പറഞ്ഞോ? എനിക്കറിയാം. ഈച്ചാനെ കാണാനായിട്ട് അവിടെ ഒരുപാട് പെണ്ണുങ്ങൾ അവിടെ വരുന്നുണ്ട്. ഏതോ ഒരുത്തിയായിട്ട് റെസ്റ്റോറന്റിൽ പോയി. ഒരുത്തി ഇവിടെ കാത്തു നിൽക്കും, വഴിവക്കി കാത്തു നിൽക്കും. എനിക്കറിയണം. പച്ചക്കറി എടുത്തറിയോ? പച്ചക്കറി അല്ല, എല്ലായിടത്തും ഞാൻ അറിയാം. എന്തൊക്കെയുണ്ടോ അതൊക്കെ എടുത്ത് ഞാൻ അറിയും. ഞാൻ കണ്ടല്ലോ, ഇതാണ് സ്നേഹം.